ഒരെണ്ണം കഴിഞ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നില്ല, നിങ്ങൾ വീഡിയോ കണ്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ അളിയനുണ്ട് കൂടെ, ശരത്ത്. അപ്പോൾ നാട്ടിലുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. മഴ സമയത്ത് മാത്രം കാണപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അത് 4-5 മാസം കണ്ടിന്യൂസ് ഉണ്ടാവും. വെള്ളത്തിൻ്റെ ഫോഴ്സ് വളരെ കുറവാണ്. മഴ ഇപ്പോൾ തോന്നിക്കുന്നുണ്ട്. ശക്തമായ മഴയ്ക്ക് നല്ല സ്പ്രെഡ് ചെയ്ത് വെള്ളം വരും. വന്ന സ്ഥിതിക്ക് നമ്മളുടെ ഇവിടുത്തെ റിസോർട്ടുകളും അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കായൽ തീരത്തുള്ള. അതൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കാണുക. ചെറിയൊരു വീഡിയോ ആണ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇടവ നടയറ കായലിൻ്റെ തീരമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. ഈ റൂട്ട് വരുന്നത് നമ്മൾ ഇടവ പഞ്ചായത്തിൽ, അതായത് ട്രിവാൻഡ്രം ജില്ലയിൽ ഇടവ പഞ്ചായത്തിൽ തോട്ടുമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയാണ് എൻ്റെ പിള്ളേർ നിൽക്കുന്നുണ്ടാ മീനെ പിടിക്കാൻ. ചൂണ്ടാ കണ്ടാ. മീൻ കിട്ടിയാടേ? വല്ല ഉണ്ടോ? ഇപ്പോൾ വന്നിട്ടുള്ള മീനുണ്ടോ അവിടെ? കുഞ്ഞു എവിടെ പോണ്? ഓട്ടം കഴിഞ്ഞാ ഇങ്ങോട്ട് വരെ തന്നെ ഒഴുക്ക് കുറവ് അല്ല, കച്ചവടമൊക്കെയല്ലേ. അല്ല, ഈ ക്ഷേത്രത്തിന് സമീപമാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടം കാണുന്നത്. തോട്ടുമുഖം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പെൺകുളം. ക്ഷേത്രത്തിൻ്റെ ആകുമെന്ന് ആദ്യം കാണാം. അതിനുശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് വളരെ പ്രചാരമുള്ള ക്ഷേത്രമൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് ഉള്ളിലാണ്. ഈ കായലിൻ്റെ തീരത്തായിട്ട് വരും ഈ ക്ഷേത്രം. ആദ്യം ഗേറ്റ് കൂട്ടാം. അയ്യോ, ഉത്സവം നടക്കാറുണ്ട് കേട്ടോ. ചെറിയ ഉത്സവം നടത്തുന്നുണ്ട്. അല്ല, അവരുടെ കാവ് കാണാം, കറുപ്പക്കാവ്. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോവാം. താഴെ ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ക്ഷേത്രം ഉണ്ട് കേട്ടോ. അയ്യപ്പാ വാങ്ങി വേണ്ട. ക്ഷേത്രം വെള്ളച്ചാട്ടം കുറഞ്ഞല്ലേ? കുറവാണ്. മഴ നല്ല മഴയത്ത് നമുക്ക് അളിയാ വേണ്ട. ഇതുവഴി ഇടയിൽ കൂടെ ഇത് മഴ ഇടിഞ്ഞാണോ ഇവിടെ നിന്ന്? ഈ സാമ്പ ബീച്ച് ഇടിഞ്ഞാണ് കേട്ടോ. അപ്പോൾ കുളിക്കാൻ നിൽക്കണ്ട. അല്ലേ, അതൊക്കെ ഉള്ളതൊക്കെ വരും. തോട്ടിലെ വെള്ളവും എല്ലാം വരും, വേസ്റ്റായിട്ട് വരും. ഇത് കാണാൻ ഒരു ഭംഗി, ഇത്രയേ ഉള്ളൂ. വെള്ളം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ സ്പ്രെഡാവും. ഒരു മൂടൽ മഞ്ഞ് പോലെ സ്പ്രെഡാവും. അപ്പോൾ വെള്ളം കുറവാണ്. നമുക്ക് സമയം കിട്ടാത്തതിനാണ് നമ്മൾ വരാത്തത് എടുക്കാനേ. നമുക്ക് താഴെ കൂടെ പോയി നോക്കാം. ഇവിടെ കണ്ട ഇവിടെ വീട് കാണണ്ട. ഇവിടെ വെള്ളച്ചാട്ടം കാണാൻ ലൈവായിട്ട് വീട് സെറ്റ് ചെയ്യാം. ഹായ്, നിങ്ങൾ താമസമാണോ? അയ്യോ, ഇതിലേക്ക് നടന്നു പോകാൻ കേട്ടോ. നടന്ന് കായൽ, നമ്മൾ ഇടവ നടയറ കായലാണ് ഈ വെള്ളം പോകുന്നത്. നമ്മുടെ ഇടവ നടയറ കായലിലും കൂടെ ഒന്ന് കണ്ടുവരാം. ഇതുവഴി പോവാം. ഇതുവഴി പണ്ട് ആ ക്ഷേത്രത്തിലേ വന്നിട്ടുള്ളൂ. ഇങ്ങോട്ടൊക്കെ നമ്മൾ ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. വേണ്ട, ഇടവ നടയറ കായലിൻ്റെ അയൽക്കാരി, ഇടവ കായലിന് അയൽക്കാരി, അറബിക്കടലിൻ കളിത്തോഴി എന്ന് പറഞ്ഞൊരു സെറ്റുണ്ട് കേട്ടോ. പഴയൊരു പാട്ട് കാണാം. നെസ്ലിൻ്റെ സിനിമയാണ്. ഇതിലെ പേര് പോകണം വഴിയെന്ന് അറിയാൻ വേണ്ടി. മൊത്തം കാട് പിടിച്ചിറക്കുക കേട്ടോ. അണ്ട വെള്ളം കുളിക്കുന്ന ആൾക്കാർ ഇപ്പോൾ 2 ചേച്ചിയാർ കുളിച്ചിട്ട് കയറി പോകുന്നുണ്ട്. അതിമനോഹരമായ നമ്മുടെ കായലിൻ്റെ ആ കാഴ്ച കാണിച്ചിട്ടാണ്. സൂപ്പറാണ്, സൂപ്പർ അടിപൊളി. എൻ്റെ ബോട്ടിംഗ് സർവീസിന് വേണ്ടി വർഷങ്ങൾക്ക് മുന്നേ കെട്ടിയിട്ടാണ് ഇതുപോലെ ബോട്ട് ചെട്ടികൾ. ഇടവ നടയറ കായലിൻ്റെ ഒരു ഭാഗമാണ് തോട്ടുമുഖം. ബോട്ട് ചെട്ടിയുണ്ട്. ബോട്ട് ചെട്ടിയൊക്കെ എൻ്റെ വീട്ടിൽ പിള്ളേർ കളിക്കുന്നുണ്ട്. ഹായ് ഏണ്ണ, നീ വല്ലതും കിട്ടിയാ? വിഷു വലയോ അതാ ഉടക്കുമല്ലേ? ഇപ്പോൾ വെള്ളത്തിൽ പോയിട്ടാ? അല്ലാതെ ഇറങ്ങിയിടും. ഒന്നും കിട്ടിയില്ല. എങ്ങനെയുണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു ഭംഗി നിങ്ങളെ കൂടെ കാണിക്കാനാണ് ഇവിടെ എത്തിയത്. മീൻ കിട്ടിയാ? എന്താണ് ജീവുണ്ട് കേട്ടോ.
മാ തുറക്കുന്നു. നിങ്ങൾ വേണ്ട ഏത് സ്കൂൾ പഠിക്കുന്നു? കാപ്പ് സ്കൂളാണോ? നമ്മളിവിടെ അപ്പുറത്താണ് കാപ്പ് സ്കൂളിൽ. അപ്പം ബോട്ട് ചെട്ടിയും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. നമ്മളെ നാടാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. സത്യം ഉള്ള പറയാം അല്ലേ? അല്ലേ ഇക്കുറു ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ മീൻ പിടിക്കാനും കൂട്ടുകാരൊക്കെ വരും. കണ്ടാ അതിമനോഹര കാഴ്ച. വരാൻ നമുക്ക് നടന്ന് തന്നെ വരണം, വഴിയൊന്നും ഇല്ല കേട്ടോ. അത് ആദ്യം പറഞ്ഞേക്കാം. ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ സൂക്ഷിക്കുക, കാട് പിടിച്ചടക്കുകയാണ്. പ്യാമ്പും മക്കളൊക്കെ കാണും, അവർ കടിച്ച് പറിക്കരുത്, സൂക്ഷിക്കണം. ആളുതാമസമൊക്കെയുള്ള സ്ഥലങ്ങളാണ്. കണ്ടാ കൊച്ചു കൊച്ചു വീടുകൾ. ഹായ് ഏട്ടാ, ജോലിക്ക് പോകണ്ടായിരുന്നാ? നല്ല വ്യൂ കേട്ടോ നിങ്ങളാ. സെറ്റപ്പ് വീടും മണ്ണ് വീട്, കായലിൻ്റെ വ്യൂ. ലവ് ബേഴ്സൊക്കെ കൊണ്ടുണ്ട് അവിടെ നോക്കിയിട്ട്. ആയിക്കൊള്ളാല. അപ്പോൾ നമുക്ക് ഇതിനെ പോവാം. അവരെ വീട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഏറെ വഴി പാമ്പ് അടിക്കൂടെ. തെങ്ങും പണയാണ്, കംപ്ലീറ്റ് തേങ്ങയും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും അല്ലാണ്ട് എല്ലാത്തിലും 1-2 തേങ്ങയൊക്കെ ഉള്ളൂ. മണ്ടര് വായിച്ച് നശിച്ച്. ഇവിടെ മാത്രമല്ല കേരളം മൊത്തം തെങ്ങില്ല. ഇപ്പോൾ തേങ്ങ വിലയ്ക്ക് വരുത്തുകയാണ്. നമ്മൾ എവിടെ നിന്നാണ്, നേപ്പാളിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ പേര് മാറ്റാനുള്ള പ്ലാനുണ്ട് നമ്മൾ. കേരനിരകളാടും. ഇപ്പോൾ കേരനിരകളാടുന്നേ ഉള്ളൂ അല്ലേ, തേങ്ങയില്ല. ഇഷ്ടംപോലെ തെങ്ങുണ്ട്, പക്ഷേ ഒന്നിലും തേങ്ങയില്ല, 1-2 ഉള്ളേ. ഇവിടെ നിന്ന് ആ കാണുന്ന വഴി കൂടെ നേരെ നടയറ തുറപ്പിച്ചെല്ലും. നടയറ വഴി നമ്മൾ ശിവഗിരി തുറപ്പിച്ചെല്ലുന്നു. അതുവഴി നേരെ നമ്മൾ എന്തൊരു പുത്തനാറ് മറന്നുപോലെ, പാർവതി പുത്തനാർ, ആ റോഡോട് കണക്ഷനായിട്ട് നേരെ ഇതുവഴി കറങ്ങി ഇങ്ങനെ കറങ്ങി നമ്മളെ കാപ്പിലെത്തും. കാപ്പിൽ പരവൂര് വഴി കൊല്ലം റൂട്ട് തീരദേശമുള്ള കായൽ ഗതാഗതം ഉണ്ടാകുന്നതാണ്. ഉടനെ അല്ല, വർഷങ്ങളായിട്ട് നമ്മളെ കുട്ടിക്കാലം തൊട്ടേ അവിടെ കുറ്റിയൊക്കെ അടിച്ചു തെങ്ങിൻ്റെ. എന്തിയേ അതൊക്കെ ഒരെണ്ണം ദൂരം അവിടെ ഇരിക്കുന്നുണ്ട്, അവർ കൊക്കിരിക്കുന്നുണ്ടാ. നിറയെ ഉണ്ടായിരുന്നു ഈ കായലോർത്ത് ഫുള്ള്. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഇതവിടെ റിസോർട്ടുണ്ട്. ഈ നടന്നു വരുമ്പം മെയിൻ വഴി ഇതല്ല, നമ്മൾ വന്ന വഴി കൂടെ അല്ല റിസോർട്ട് വരേണ്ടത്. റിസോർട്ടിൻ്റെ വഴി വേറെയാണ്. നമ്മൾ ഇതുവഴി ചാടി വന്നേ ഉള്ളൂ. നമുക്ക് അവിടെ ഒന്ന് കയറാം. റിസോർട്ടിലേക്ക് കയറുന്ന വഴിയാണ്. അയ്യോ, ഈ സ്ഥാപനം ക്യാമറ അന്വേഷിച്ചതാണ്. കണ്ട അവർ സ്ഥാപന ജംഗമോത്സവം കയറിട്ടാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇത് സവാരിക്ക് ഉപയോഗിക്കുന്ന കൂട്ടാണോ? വെറുതെ ആൾക്കാർ കയറുന്ന ഫുഡൊക്കെ കഴിക്കാനുള്ള സെറ്റപ്പാക്കി വെച്ചൊക്കെയാണ്. അയ്യോ, ഇവര് നമ്മളിവിടെ കയറി ഓടിക്കും. നമ്മളെ വഴിയാണോ? ഇവിടെ കയറാമോ? ഫ്ലോട്ടിങ് ബോട്ട് ചെട്ടിയാണോ? നാട് നോക്കിയാണ്. രണ്ടെണ്ണം അവിടെ ഉണ്ട് കേട്ടോ, ഒരെണ്ണം. ഇപ്പോൾ പോവാം. ഇവിടെ കാണിക്കാട്ട് വന്നേ ഉള്ളൂ. ഇവിടെ നാട്ടിൽ ഇങ്ങനെ സ്ഥലങ്ങളുണ്ടെന്ന് ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. വന്നപ്പോൾ നമ്മളെന്നും രാവിലെ ജോലിക്ക് പോകുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു, അതാണ് പണി. പിന്നെ നിങ്ങളോട് അറിയണതൊക്കെ. സമയമുള്ള പാളിയും വരും ഇവിടെ. ഇത്തിരി അച്ചാറൊക്കെ ആയിട്ട് വരും. അച്ചാറൊന്നുമില്ല. റിസോർട്ടിൻ്റെ ഏരിയ ആണ് മൊത്തം. അതിൻ്റെ മേളിലോട്ടൊക്കെ ഇഷ്ടംപോലെ വില്ലകളും ഹഡുകളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം നാട്ടുകാർക്ക് ഇതിലെ ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്പുറം ക്ലോസ് ചെയ്തപ്പോൾ അവർ എന്ത് പറഞ്ഞു, ഇവർ പ്രശ്നം ഉണ്ടാക്കിയപ്പം നമ്മൾ കയറുന്ന ഗേറ്റ് ഉണ്ടല്ലേ, അതുപോലെ കൊച്ചു ഗേറ്റ് 2 സൈഡിലും വെച്ചിട്ടുണ്ട്. നമുക്കിത് നടന്നു പോകുന്നതിന് പ്രശ്നമല്ല, പക്ഷേ ഒന്നും നശിപ്പിക്കരുത്. ഇപ്പോൾ ഞാൻ ബോട്ട് ചെട്ടി കയറിയത് കണ്ടാൽ ഇതിന് പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും, അറിയത്തില്ല. ഇവിടെ ഉണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജല്ല, ബോട്ട് ചെട്ടി പറയും കേട്ടാ. വേണ്ട ഈ മൂട് കണ്ട അടിപ്പോൾ കണ്ട ഈ ഓളം അടിച്ചിട്ട് അടിയെല്ലാം കട്ടായി. അതോടെ മറിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തേങ്ങടക്കം വന്നാ എന്ത് പരിപാടി? ഇങ്ങനെയാണ് നമ്മളെ കായലിൻ്റെ തീരെ ഇങ്ങനെ കറങ്ങി കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ച് പോവാം അല്ലേ? അതാണ് നല്ലതെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള വെറുതെ ഇരിക്കാം. അത്രയല്ല, കാറ്റും കൊണ്ട് നല്ല തണുത്ത കാറ്റ് അടിച്ച് വീട് നല്ല അറ്റ്മോസ്ഫിയർ, നല്ല അന്തരീക്ഷമാണ്. വേറെ ശല്യങ്ങളൊന്നുമില്ല, നല്ല സൈലൻ്റാണ്. ഈ ഏരിയ ഫുള്ള് അങ്ങനെയാണ്. കാട് വെട്ടാൻ വന്നേ അവിടെ
ഉണ്ടോ? തെങ്ങിൽ തേങ്ങ ഉണ്ട്, കുറവാണ്. വാ, അപ്പോൾ അവർ കാട് വൃത്തിയാക്കട്ടെ, നമുക്ക് വീട്ടിൽ പോവാം. പോയിട്ട് സംഭവം നമുക്ക് ജോലിയൊക്കെ ഉണ്ടല്ലോ, ഇത് മാത്രം നമുക്ക് കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോഴും അല്ലേ. അരി മേടിക്കണം, പിള്ളേരൊക്കെ സ്കൂളിൽ പോകണം, വളർന്ന് വരുന്ന തിരക്കലുണ്ട്, സാമ്പത്തികം സെറ്റ് ചെയ്യണം. അപ്പം എല്ലാം കൊണ്ട് നടക്കണം. ഇത് ചെറിയൊരു കൊച്ചു കുളമാണ്, ഇവർ കുളിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുളമാണ്. ഇപ്പം മഴ ചെയ്തപ്പം കുടിക്കാനെല്ലാം ഉപയോഗിക്കുമല്ലേ. അപ്പോൾ കായലോട് ചേർന്ന് കിടന്നിട്ട് ഉപ്പുവെള്ളമില്ല, പക്ഷേ ഇപ്പം മഴ സമയത്ത് വെള്ളം കയറി കിടക്കുന്നു. കുറച്ച് മഴ മാറുമ്പോൾ ഇത് വൃത്തിയാക്കി അവർ ഉപയോഗിക്കും. എന്തിനാ മാനത്തണ്ണി കിടന്നാണ്, മാനത്തണ്ണി കിടന്ന് ഓടുന്നു. ടിൻഡിക്കുട്ട കടിക്കൂടെ? വെറുതെ 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 പ്രശ്നം ഉണ്ടാക്കല്ലേ, നമ്മൾ വെറുതെ എടുത്തേ, എന്നെ വീടെടുത്തേ, നമുക്ക് അടിച്ച് പറിക്കും നമ്മളെ. ഓടാ, കായലിൻ്റെ തീരത്തൊക്കെ ഒരുപാട് വീടുണ്ട് കേട്ടോ. തിരിച്ച് നമ്മൾ പോവാണ്, കയറിക്കോ. തിരിച്ച് നമ്മളുടെ ഇവിടെ ഒരു പടിയുണ്ട്, സ്റ്റെപ്പ് വഴി ആയിരിക്കണം. നേരത്തെ കണ്ട റിസോർട്ടിൻ്റെ അടുത്തല്ലെന്നാണ് നമ്മൾ അളിയൻ പറയുന്നത്. അളിയൻ ഈ വഴിയൊക്കെ കാണാൻ പാടമാണ്. അപ്പം സ്റ്റെപ്പ് കയറി പോട്ടെ. കുറേ സ്റ്റെപ്പ് ഉണ്ടല്ലേ. അയ്യോ, സ്റ്റെപ്പ് നല്ല ഹൈറ്റുണ്ട് കേട്ടോ. ആക്കിന്ന് കുത്തിനുള്ള സ്റ്റെപ്പാണ്. ഇതേ 50 ഉണ്ട്, 50 സ്റ്റെപ്പുണ്ട്. 50 ലൈക്കുകളുണ്ടെന്നല്ലേ. അയ്യോ കിതയ്ക്കുന്നു.